അപ്പോൾ 2000 രൂപ വെച്ചാൽ ആൾക്ക് ഇടണേ. ആ പൈസ 2000 രൂപ വെച്ച് ഇത്ര ആൾക്കാരുടെ കാര്യം എന്താ? ഇത്ര ആൾക്കാർ അസുഖത്തിനും അതിൻ്റെതായ ചിലവുണ്ട് ചികിത്സിക്കാൻ. എല്ലാവരും 10,000 രൂപയുടെ അതല്ല ഒരു സ്കാൻ എടുക്കുമ്പോൾ ആവൂലേ 15 രൂപയും 20 രൂപയും. 100-200 രൂപയ്ക്കാണെങ്കിൽ ഉണ്ടാവും. ഇതിപ്പോൾ ഈ 2000 രൂപ ഒറ്റയടിക്ക് തരാ പറഞ്ഞാൽ അവൻ്റെ കയ്യിലും ചിലപ്പോൾ ഉണ്ടായി. അവനവന് അസുഖം വരുമ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ദീനങ്ങൾ വരുമ്പോഴേ പഠിക്കൂ. ഇത് ഭയങ്കര നാണക്കേട. പെണ്ണിന് എൻ്റെ ഗതികേടാണ് അവളെ അവസ്ഥയെ. അവർ കൊടുത്തൂടെ? അപ്പൊ ഇത് നാണക്കേടല്ലേ? 2000 രൂപ എവിടെയെങ്കിലും മറിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പോട്ടെ, നിന്റെ അടുത്തുണ്ടെങ്കിൽ നിന്റെ മേടിച്ചു കൊടുക്കാമല്ലോ. എന്റെ കയ്യിൽ എവിടുന്നാന്നേ എന്ന് പറഞ്ഞാൽ എങ്ങനെ എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊടുക്കണ്ടേ? പിന്നെ ഒപ്പിച്ചു കൊടുക്കാനായിട്ട് ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കി. എന്റെ പെങ്ങൾ നാണം കെടൂല അവരെ മുമ്പ്. അത് അവള് പറഞ്ഞാൽ മതി. അടുത്ത ആഴ്ച തരാന്ന് പറയട്ടെ. ഞാൻ പറയാം ഈ ആഴ്ച ചികിത്സക്ക് അടുത്ത ആഴ്ച കൊടുക്കാന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും കൊടുക്കും. അവള് കൊടുക്കാൻ ബാക്കി എല്ലാരും കൊടുക്കണില്ല. ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഉണ്ടെങ്കിൽ നീ കൊടുക്കണ്ട. എന്റെ കയ്യിലൊന്നും പൈസ ഇല്ല. പോണു. ഞാൻ അവസാനമായിട്ട് ചോദിക്കണം, നിന്റെ ഉണ്ടെങ്കിൽ നീ കൊടുക്കുതങ്ങ. ഞാൻ അവസാനമായിട്ട് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ സഹോദരന്റെ പേര് ക്ലീറ്റസ് മത്തായി എന്നാണോ? ആണോ? കണ്ട അതിനെ കൊണ്ട് നേരെ മറിച്ച് എന്റെ തലയിൽ ഇടണം. ഒരു മറിക്കലുമില്ല. അത് തന്നെയാണ് സത്യം. നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ അത് നിങ്ങൾ ചോദിക്കണം. അവളെ കൊണ്ട് ചോദിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾ. ഹലോ, സാമ്പത്തികമായി നല്ല അടിത്തറയുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ് ഞാൻ. എനിക്ക് നിന്റെ 2000 രൂപ വേണ്ട. എനിക്ക് ഇറക്കേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ആ പെങ്ങളെ മുൻനിർത്തി അങ്ങോട്ട് ചോദിക്കുന്നു. കോടി വേണമെങ്കിൽ കൊടുത്താൽ മതി. എനിക്കെന്താ? എനിക്കൊന്നുമില്ല. എനിക്ക് 2000 രൂപയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പാർട്ടി ഫണ്ടിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ മതി. കൊടുക്കാണ്ട് നിങ്ങൾ കുടുംബക്കാർ എപ്പോഴും ഈ അടയും ചക്കരായിട്ട് ഇരിക്കുന്നവര്, അതുകൊണ്ട് പറഞ്ഞതാ. അയ്യോടെ പാവം. എന്ത് തപ്പിയത്? എന്ത്? ആരെന്ത് തപ്പിയെന്ന്? ഇരക്കണത് ഭയങ്കര നാണക്കേട്. തുറക്കാൻ കുഴപ്പമില്ല. എന്ത്? നിങ്ങളിപ്പോ എന്താ തപ്പിയത് ഇവിടെ? എന്ത് തപ്പി? ഇതെങ്ങനെ പാത്രം കാറ്റടിച്ച് വീണോ? ഇതില് എന്താ തപ്പിയത്? ഞാൻ എന്താ തപ്പിയത്? പാർട്ടി ഓഫീസിന്റെ താക്കോല്. പാർട്ടി ഓഫീസിന്റെ താക്കോല് ഇവിടെ അല്ലല്ലോ വെക്കാറ്. ഇന്നലെ ഇവിടെ കൊണ്ടുവച്ചു ഞാൻ. അതിപ്പോ കാണാനില്ല. അല്ലാതെ പെങ്ങളുടെ കൂട്ടുകാരിയുടെ ആങ്ങളെന്നെ സഹായിക്കാൻ വേണ്ടി തപ്പിയതാണോ? പിന്നെ എവിടെ തപ്പാൻ പോയല്ലേ? എന്നാ പിന്നെ സാമ്പത്തികമായിട്ട് അടിത്തറയുള്ള പാർട്ടിക്ക് വേണ്ടിയിട്ട് തപ്പിയതായിരിക്കും. നീ വലിയ വർത്തമാനമാണ്. ഞാൻ പാർട്ടി ഓഫീസിന്റെ താക്കോൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കാണാനില്ല. അതെവിടെ? നിങ്ങൾ പാർട്ടി ഓഫീസിന്റെ താക്കോലാണെങ്കിലും ശരി, എന്ത് തപ്പിയതാണെങ്കിലും ശരി, എനിക്കറിയാം നിങ്ങൾ പൈസ തപ്പിയതാന്ന്. ആ പൈസ നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. അതൊക്കെ ഞാൻ ഭദ്രമായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. എനിക്കോ എന്റെ പട്ടിക്കോ നിന്റെ 10 പൈസ വേണ്ട. പിന്നെ പൂച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളിപ്പോ പൈസ തപ്പിയത്? ഇത് പൈസ തപ്പിയെന്ന് ആരടി പറഞ്ഞു നിന്റെ അടുത്ത്? നിങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ കിട്ടാത്തതിന് നിരാശ. ഞാനങ്ങ് മാറ്റി കളയാം. അവളങ്ങോ അതൊന്നും പറഞ്ഞു വരെയാണ്. മനുഷ്യന് ഒരു സാധനം ഇവിടെ എവിടെയെങ്കിലും വെച്ചാൽ കാണാനില്ല. ആവശ്യമില്ലാത്ത കളയും. സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ വെക്കാത്ത സാധനം തപ്പിയാൽ കിട്ടൂല.